അറബി ഭാഷയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ആ എന്ന പദം സൽബിന് നിഷേധാത്മകമായി വരാറുണ്ട്. അറബിയിൽ ത്വാക്ക കഴിവുള്ളവനാവുക, ആ ത്വാക്ക യുത്തീക്കു കഴിയാത്തവനാവുക. മലയാളത്തിൽ നീതി, അനീതി, ക്രമം, അക്രമം എന്ന പോലെ ക്ഷരം, അക്ഷരം. അക്ഷരമെന്നാൽ നശിക്കാതിരിക്കുക. എല്ലാം നശിച്ചാലും നശിക്കാത്ത ഒന്നാണ് അക്ഷരമെന്ന് പറയുന്നത്, ജ്ഞാനമെന്ന് പറയുന്നത്. അൽ ജാഹിലൂന ഫമൗത ഖബ്ല മൗതിഹിം വൽആലിമൂന വഇമ്മാതു ഫഅഹ്യാഉ. എത്ര ധനസമ്പന്നർ, സാംസ്കാരിക സമ്പന്നർ, എല്ലാം ഒത്തവർ, അവർക്ക് വിജ്ഞാനമില്ല എങ്കിൽ അവർ മരിക്കുന്നതിന് മുമ്പേ ജനമനസ്സുകളിൽ മരിച്ചിരിക്കും. അതേ സ്ഥാനത്ത് അക്ഷജ്ഞാനം പ്രസരണം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങൾ മരിച്ച് പതിറ്റാണ്ടുകളല്ല നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അവർ ജനമനസ്സുകൾ എന്നെന്നും ജീവിച്ചുകൊണ്ടിരിക്കും. ഇവിടെയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യമായി 100% സാക്ഷരത കൈവരിച്ച ആദ്യത്തെ ജില്ലയാണ് അക്ഷരനഗരി എന്ന പേരിൽ അറിയപ്പെടുന്ന കോട്ടയം ജില്ല. കേരളത്തിൽ ആദ്യമായി വരുന്ന കോളേജ് CMS കോളേജ് 1817 216 കൊല്ലം മുമ്പ്. കേരളത്തിലെ മുഖ്യധാര പല പത്രങ്ങളും പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് ഈ അക്ഷരനഗരിയിൽ നിന്നാണ്. ഈ കോട്ടയത്തേക്ക് വരുമ്പോൾ ഞങ്ങളോട് കോട്ടയം പറയുന്ന ചില സത്യങ്ങൾ പലപ്പോഴും ഞങ്ങൾ കുട്ടികൾക്ക് മോട്ടിവേഷനായി നൽകാറുള്ളതാണ്. പരമദരിദ്ര കുടുംബത്തിൽ ദലിത് വർഗത്തിൽ നിന്ന് ജനിച്ച KR നാരായണൻ ഇന്ത്യൻ്റെ പ്രഥമ പ്രസിഡന്റായി. കേരളത്തിൽ നിന്ന് ഒരേ ഒരു പ്രഥമ പ്രസിഡന്റേ വന്നുള്ളൂ, അത് ഈ അക്ഷരനഗരിയിൽ നിന്നാണ്. ആ മഹൽ വ്യക്തിത്വത്തിൻ്റെ ആത്മകഥ വായിക്കുമ്പോൾ കാണാം, പഠിക്കുന്ന കാലത്ത് പലപ്പോഴും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ട് അധ്യാപകന്മാർ ബെഞ്ചിൽ കയറ്റി നിർത്തിയിരുന്നു. ഫീസ് അടക്കാൻ കഴിയാത്ത കൊണ്ട് പലപ്പോഴും ക്ലാസ്സിൽ കയറ്റിയിരുന്നില്ല. ദലിത് വിഭാഗത്തിൽ നിന്നാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ പരമദരിദ്രരിലെ പാവപ്പെട്ട ഒരു സഹോദരന് ഇന്ത്യയിൽ പ്രഥമ പൗരനായി മാറാൻ, ദലിത് വർഗത്തിൽ നിന്ന് ഏറ്റവും വലിയ സ്ഥാനത്തേക്ക്, പ്രഥമ പൗരൻ എന്ന സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും അത് നൽകുന്ന സന്ദേശം നമ്മുടെ രാജ്യത്ത് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് കൈവരിക്കാൻ, പടർന്നുയരാൻ, വളർന്നു പന്തലിക്കാൻ കഴിയാത്ത ആരും ഈ ലോകത്തില്ല എന്ന് ഈ കോട്ടയം നമ്മോട് പറഞ്ഞു തരുന്നു. ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് 1989 കോട്ടയം ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ അക്ഷരനഗരി, സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചെങ്കിൽ 1447 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ മഹൽ വചനമാണ് ഞാൻ ഓതിക്കേൾപ്പിച്ചത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ലോകത്ത് ഒരേ ഒരു ഗ്രന്ഥം മാത്രമാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക എന്ന മഹൽ വചനം. അത് കേവലം പ്രഖ്യാപനങ്ങൾ മാത്രമല്ല. ആ കാലം 1493 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച, 1498 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച, അല്ലെങ്കിൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് പൂജാതരായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജനിക്കുമ്പോൾ എഴുതാനോ വായിക്കാനോ അറിയാവുന്ന
16 17 ആളുകൾ മാത്രമേ ഉള്ളൂ. ആ സമൂഹത്തെയാണ് 63 വർഷക്കാലങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ നുബുവത്ത് ലഭിച്ച് 23 വർഷങ്ങളെ കൊണ്ട് അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും 1,24,000-ൽ പരം അനുചരന്മാരെ റോൾ മോഡലുകളാക്കി, അക്ഷാഭ്യാസത്തിൽ സമുന്നതരാക്കി, ലോക പ്രശസ്ത നായകരാക്കി. എല്ലാം നക്ഷത്ര തുല്യരാണ്. ആരും നിങ്ങൾക്ക് അനുഗമിക്കാം, എല്ലാവരും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം എന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി. അതിന് പ്രസരണത്തിന് തിരഞ്ഞെടുത്ത മാർഗങ്ങൾ എന്താണ്? വലിയ കോളേജുകളോ അല്ലെങ്കിൽ വലിയ വലിയ യൂണിവേഴ്സിറ്റികളോ ആയിരുന്നില്ല. ഏത് പ്രതിസന്ധികളും അവസരമാക്കി ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി. അതിന് തിരഞ്ഞെടുത്തൊരു മാർഗം വളരെ ചിന്താർഹമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി നടന്ന ധർമ്മസമരം. ആ ധർമ്മസമരത്തിൽ ധാരാളം ബന്ദികളെ പിടിക്കപ്പെട്ടു. ആ ബന്ദികളെ നിഷ്ഠൂരമായി കൊല്ലുകയല്ല, വധിക്കുകയല്ല. 10 അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾക്ക് അക്ഷരാഭ്യാസം നൽകിയാൽ അവരെ വെറുതെ വിടാമെന്നായിരുന്നു പ്രഖ്യാപനം. അനബി അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാൽ കാന നാസും മിനൽ അസ്റാ യൗമ ബദ്രിൻ ലം യകുൽ ലഹും ഫിദാ ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിദാഉഹും അൻ യുഅല്ലിമു ഔലാദൽ അൻസാരി കിതാബ. മദീന നിവാസികളാകുന്ന അക്ഷരാഭ്യാസമില്ലാത്ത പരമസാധുക്കൾക്ക് 10 പേർക്ക് അക്ഷരാഭ്യാസം നൽകിയാൽ അവർ വേറൊന്നും നൽകേണ്ടതില്ല. ഇത് പറയുമ്പോൾ ഇന്ന് ഏറ്റവും ചൂടുള്ള വാർത്ത ഇവിടെ ജയിൽ പുള്ളികൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു എന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. 60 രൂപ വേതനം ലഭിച്ചിരുന്നത് 620-ഉം 530-ഉമായി ഉയർത്തിയെന്ന് പറയുമ്പോൾ ഈ തിരിച്ചറിവ് അലക്സാണ്ടർ ജേക്കബാണല്ലോ ആദ്യമായി തുടങ്ങിയത്. മുൻ DGP അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. അദ്ദേഹം ഒരു മീലാദ് സമ്മേളനത്തിലോ അല്ലെങ്കിൽ മതസൗഹാർദ്ദ സമ്മേളനത്തിലോ പറഞ്ഞതല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഇങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഉദിച്ചത്. അഥവാ ആദ്യകാലങ്ങളിലൊക്കെ ജയിൽ പുള്ളികൾ, ഒരു മൂതരം കട്ടവൻ ജയിലടക്കപ്പെട്ടാൽ അവൻ മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ ബാങ്ക് കൊള്ളക്കാരനായിട്ടാണ് അത് പഠിച്ചുകൊണ്ട് പിന്നെ അവനെ പിടിക്കപ്പെടുന്നത് ബാങ്ക് കൊള്ളക്കാരനായിട്ടാണ്. അവരോട് എവിടെ നിന്ന് ഇത് പഠിച്ചു എന്ന് ചോദിച്ചാൽ ജയിലിൽ നിന്ന് പഠിച്ചു എന്നായിരുന്നു. ഇവിടെയാണ് അലക്സാണ്ടർ ജേക്കബ് ഇതിനൊരു മാറ്റം വരുത്തി. ജയിൽ പുള്ളികൾക്ക് അവരുടെ സ്കിൽ ഡെവലപ്മെന്റ്, അവരെ കഴിവുകൾ വളർത്തിയെടുക്കുക, അക്ഷാഭ്യാസങ്ങൾ നൽകുക, അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുക. ജയിൽ ചപ്പാത്തി എന്ന ശിഷ്ടങ്ങൾ, ഈ ജയിൽ ചപ്പാത്തി കൊണ്ട് വിറ്റ കാശുകളെ കൊണ്ട്, സ്വരൂപിച്ച കാശുകളെ കൊണ്ട് പുതിയ ജയിൽ കേരളത്തിൽ പടുത്തുയർത്തിയത്. അയൽ രാജ്യങ്ങളും പരിസരങ്ങളിലും വെള്ളപ്പൊക്കങ്ങളും മറ്റ് പല പ്രകൃതി ദുരന്തങ്ങളും വരുമ്പോൾ ഇവിടുന്ന് നൽകുന്ന ജയിൽ ചപ്പാത്തികൾ, ഇതെല്ലാം തിരിച്ചറിവ് എവിടുന്ന് കിട്ടി? അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ ദിനത്തിൽ പിടിക്കപ്പെട്ട ബന്ദികളെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് വായിച്ചപ്പോഴാണ് എനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അക്ഷരാഭ്യാസത്തിന് അവിടെ നൽകുന്ന പ്രാധാന്യം, ഈ പ്രാധാന്യം കേവലം കേരളത്തിൽ ഇന്ന് കൈവരിച്ച എഴുതാനും വായിക്കാനും അറിയുമെന്ന് മാത്രമല്ല, പിൽക്കാലങ്ങളിൽ സ്വഹാബാക്കളിൽ ഹബ്റുഹാദിഹിൽ ഉമ്മ അല്ലെങ്കിൽ ഹിബ്റുഹാദിഹിൽ ഉമ്മ എന്ന പേരിൽ അറിയപ്പെട്ട സ്വഹാബാത്തിൽ ഏറ്റവും വലിയ വിജ്ഞാന സാഗരം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല തങ്ങൾ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു മരിച്ചപ്പോൾ പറഞ്ഞത്, വകാന സയ്യിദ് ഇബ്നു സാബിത്ത് മിമ്മൻ തഅല്ലമൽ കിതാബ വൽ ഖിറാഅത വൽ അസ്റാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല തങ്ങൾ മറ്റൊരിടത്ത് പറഞ്ഞതായി കാണാം, ഈ ഏറ്റവും വലിയ മഹാൻ ഹബ്റു ഹാദിഹിൽ ഉമ്മ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. ഇനി അതിന് പിൻഗാമിയായി വരേണ്ടത്
അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇങ്ങനെ ഒരു പദവി ലഭിക്കാൻ കാരണമായത്, അക്ഷരാഭ്യാസം തുടങ്ങിയത് ആ ജയിലിൽ ബന്ദിയായി കിടന്ന ഹൈന്ദവ സഹോദരങ്ങളിൽ നിന്ന് അൻസാരിയങ്ങളിൽപ്പെട്ട സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല തങ്ങൾ കിതാബത്ത് ഖിറാഅത്ത് പഠിച്ചു എന്നത്. ഇവിടെയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധ തടവുകാരോട് നൽകിയ സ്നേഹവായ്പകൾ മാത്രല്ല, അവരിൽ കാണുന്ന കഴിവുകൾ പരിപോഷിപ്പിക്കുന്നത്. ആ കഴിവുകളിൽ നിന്ന് വന്ന പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരിൽ പ്രമുഖരായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അക്ഷരസ്നേഹികളെ, പതിനായിരക്കണക്കിന് അക്ഷരസ്നേഹികളെ, എല്ലാ ലക്ഷക്കണക്കിന് അക്ഷരസ്നേഹികളെ, മഹാവിശോത്തര പണ്ഡിതന്മാരെ പടുത്തുയർത്തിയ ഇന്ത്യൻ ഖാൻ മുഫ്തി സുൽത്താൻ കാന്തപുരം ഉസ്താദ് നമ്മുടെ സദസ്സിലെത്തിക്കഴിഞ്ഞു. പ്രഭാഷണം ദീർഘിപ്പിക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി സംസാരം ചുരുക്കുന്നു. ഇത് കേവലം ഒരു പ്രയാണമല്ല, മറിച്ച് ഓരോ ജില്ലയിലെത്തുമ്പോഴും അതാത് ജില്ലയിലെ പ്രയാസങ്ങളും വിഷമങ്ങളും അറിയുന്നു. ജനപ്രതിനിധികളെയും ഉത്തരവാദിത്തപ്പെട്ടവരും ഒരുമിച്ച് കൂട്ടി സ്നേഹവിരുന്ന് നടത്തുന്നു. ഇവിടെ ഞങ്ങൾ ഉദ്ധരിക്കുന്നത് 8 വിഷയങ്ങളാണ്. 1, റെയിൽവേ വികസനം, വൈക്കം റോഡ് സ്റ്റേഷൻ, വേണാട് മലബാർ ഐലൻഡ് എക്സ്പ്രസ്സുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ച് ഇവിടെ യാത്ര സൗകര്യപ്രദമാക്കണം. മറ്റൊന്ന് ശബരി റെയിൽ പാത, അങ്കമാലി എരുമേലി ശബരിപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി തുടങ്ങണം. മറ്റൊന്ന് വ്യാമായനം ആൻഡ് തീർത്ഥാടനം, ശബരി വിമാനത്താവളം എരുമേലിയിൽ നിർദ്ദിഷ്ട വിമാനത്താവള പദ്ധതി വേഗത്തിലാക്കണം. എരുമേലി മാസ്റ്റർ പ്ലാൻ, പുതിയ KSRTC സ്റ്റാൻഡ് ഉൾപ്പെടെ എരുമേലി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. മറ്റൊന്ന് റോഡ് വികസനവും കുരുക്കടിക്കലും, അതുപോലെ തന്നെ മറ്റൊന്ന് പൊതുഗതാഗതം. ഇങ്ങനെ തുടങ്ങിയ 8 വിഷയങ്ങളാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങളും പരിഹാരങ്ങളും അന്വേഷിച്ച് സുൽത്താൻ കാന്തപുരം ഉസ്താദ് തിരുവനന്തപുരത്തെത്തുമ്പോൾ അത് കേരള മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കേണ്ടത് അവരെ അറിയിക്കുന്നു. അങ്ങനെ ഓരോ സമൂഹത്തെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും അറിയിക്കേണ്ടത് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ അറിയിക്കുന്നു. ഈ പ്രാസ്ഥാനിക കുടുംബം കൊല്ലത്ത്, ഇടുക്കിയിൽ, കോട്ടയത്തെത്തുമ്പോൾ എന്തായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. ഇവിടെ സുന്നികൾ, മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണ്. പക്ഷേ ഇവിടെ എല്ലാ വിഭാഗം ആളുകളും ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്നതിൽ ഇതാണ് യഥാർത്ഥ അക്ഷരസ്നേഹം, ഇതാണ് മതസൗഹാർദ്ദം. മഹാനായ ഇന്ത്യൻ ഖാൻ മുഫ്തിയുടെ ജീവിതം മുഴുവനും 94 വയസ്സ് ജീവിതം പരിശോധിച്ചാൽ കുട്ടിക്കാലം അങ്ങ് കഴിഞ്ഞ് ഏകദേശം ഒരു 10-12 വയസ്സ് കഴിഞ്ഞ് ജീവിതം മുഴുവനും അത് ജാതി, മതം, സമൂഹം, സമുദായം ഒന്നും നോക്കാതെ സാമൂഹ്യ പരിഷ്കർത്താവ്, സാമൂഹ്യ നേതാവ്, സമൂഹത്തിന് എല്ലാം ചെയ്യുക എന്നതാണ്. മാന്നാർ ഇസ്മായിൽ ഹാജി അദ്ദേഹത്തിൻ്റെ ഭാര്യ സൈദ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്ത്, നീ തീർത്തും ഷിഫയാക്കടേ അല്ലാഹ്, തീർത്തും നീ ഷിഫയാക്കടേ അല്ലാഹ്. ഒന്നുകൂടി സംഘാടകർക്ക് നന്ദി പ്രകാശിപ്പിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.